ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയില്ലേ, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട്സ് ചാട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഫ്രൂട്ട് ചാട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ചെറുപഴമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 300 ഗ്രാം അളവിലാണ് ചെറുപഴം എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു പഴം ചേർക്കാം. അപ്പോൾ ഇതിന് പകരം നമുക്ക് നേന്ത്രപ്പഴം ഇഷ്ടമുള്ളവർക്ക് നേന്ത്രപ്പഴവും ചേർക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രൂട്ടാണ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ആപ്പിളാണ് കേട്ടോ. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാവുന്നതാണ്. മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴവും ആപ്പിളും ആണ്. ഇനി ബാക്കി കൂടുതൽ എക്സ്ട്രാ ചേർക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ളതും നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് മുന്തിരിയും കൂടി ചേർക്കുകയാണ്. പുളി അധികം ഇല്ലാത്ത മുന്തിരി വേണം കേട്ടോ ചേർക്കാനായിട്ട്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. കൂടെ അതുപോലെ തന്നെ കുറച്ച് സ്ട്രോബെറിയും കൂടി ചേർക്കുകയാണ്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർക്കുകയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും 2 ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇത്. കൂടെ പിന്നെ ഇതിനോടൊപ്പം ചേർക്കുന്നത് കുറച്ച് കിവിയും കൂടിയാണ്. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ പേരയ്ക്ക ഉണ്ടെങ്കിൽ പേരയ്ക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ മാതളം ഉണ്ടെങ്കിൽ മാതളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് എക്സ്ട്രാ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയും കൂടിയാണ്, അത് ചേർക്കാം. കൂടെ 1/2 ടീസ്പൂൺ അളവിൽ ഡ്രൈ മാംഗോ പൗഡറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലേവറിന്, അതായത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ചിലരെങ്കിലും കമൻസിൽ ചോദിക്കുന്നതാണ് ഉപ്പ് ഏതാണെന്ന്. അപ്പോൾ ഞാൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും മസാലകളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് വേണ്ടതാണ് കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടി. ഓരോ ഓറഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം ഒരു 1/4 കപ്പ് അളവിൽ മതിയാവും. ഇതുപോലെ നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മധുരമല്ലാതെ കുറച്ചും കൂടി കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ച് തേനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തേനൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് എല്ലാം കൂടി ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ചാട്ടാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.